സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആഗോളസഭ ഓർഡിനറി ടൈമിലൂടെ സിറോ മലബാർ സഭ ധനഹ കാലത്തൂടെ കടന്നു പോകുന്ന ഈ നാളുകളിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഹെബ്രായർ 3 പറയുന്നുണ്ട്, 7-ാമത്തെ വചനം. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു. എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തു പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഇന്ന് ആഗോള സഭയിലെ പ്രതിവചന സങ്കീർത്തനം ഇന്ന് ഷിക്കാഗോയിൽ നിന്നും ഇന്ന് കൂട്ടായ്മ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ മേരി ജേക്കബ് ഓർപ്പിച്ച വചനം സങ്കീർത്തനം 95 വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. നമ്മുടെ ശിലയെ എന്ന് പറയുമ്പോൾ നമ്മുടെ അടിസ്ഥാന ശിലയാണ്. ഒരു കെട്ടിടത്തിന്റെ അടിസ്ഥാന ശില പോലെ യേശു നമ്മുടെ അടിസ്ഥാന ശിലയാണ്. അവനിലാണ് നാം പണിയപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അവനിലൂടെയാണ്. അവന്റെ മഹത്വമാണ്, അവന്റെ ക്വാളിറ്റിയാണ് നമ്മളുടെ നിലനിൽപ്പ് ജീവിതത്തിന്റെ. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്തണം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. ഭൂമിയുടെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ്. അല്ലേ, നമ്മൾ ഭൂമി ഉലുക്കമൊക്കെ അറിയാറില്ലേ? ഈ ഭൂമിയും ഇതിലുള്ള സകലതും സംഗീതത്തിന് 24 പറയുന്നത്, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റെതാണ്, ഭൂതലവും അതിലെ സകല നിവാസികളും കർത്താവിൻ്റെതാണ്. നമുക്ക് ആ ഒരു അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ദൈവമാണ്. ഈ ഭൂമിയിലുള്ള സകലതും സൃഷ്ടിച്ചത് ദൈവമാണ്. ഭൂമിയുടെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ്. അപ്പം നമ്മൾ ഭൂമിയെ കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഭൂമിയെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളെ, നമ്മളായിരിക്കുന്ന ദേശത്തെ, നമ്മളായിരിക്കുന്ന ലോകം മുഴുവനെയും കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മൾ തിരികെ കൊടുക്കണം. കാരണം സാത്താനിന്റെ കൈക്കലാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഭൂമി കുലുങ്ങുകയും കാറ്റടിക്കുകയും പ്രളയങ്ങൾ ഉണ്ടാകുകയും തീ കത്തിപ്പടരുകയും ചെയ്യുന്നത്. അതൊന്നും ദൈവം ആഗ്രഹിച്ചതല്ല. ദൈവകരങ്ങളിലേക്ക് മനുഷ്യരായി നമ്മൾ തിരികെ, അതാണ് ആരാധന എന്ന് പറയുന്നത്. ദൈവകരങ്ങളിലേക്ക് എല്ലാം സമർപ്പിക്കുന്നതിനാണ് ആരാധന. എന്താണ് ഈശോ പറഞ്ഞത്? എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നത് ആത്മാവിലും സത്യത്തിലും അവിടുത്തെ ആരാധിക്കുന്നവരെയാണ്. എന്നാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെതാണ് എന്നുള്ള അറിവിൽ ദൈവകരങ്ങളിലേക്ക്, ദൈവ തിരുമുമ്പിലേക്ക് എല്ലാം അടിയറ വെച്ചുകൊണ്ട്, ദൈവമേ നന്ദി, ഈ ഭൂമിയെ ഓർത്ത് നന്ദി പറയുന്നു, കാലാവസ്ഥയോർത്ത് നന്ദി പറയുന്നു എന്ന് പറയാനുള്ള ഒരു മനോഭാവം സകല ജനങ്ങൾക്കും ഉണ്ടെങ്കിൽ ഭൂമി മുഴുവനും സന്തോഷമായിരിക്കും. വീണ്ടും പറയണം, സമുദ്രം അവിടുത്തേതാണ്. അവിടുന്നാണ് അത് നിർമ്മിച്ചത്. ഉണങ്ങിയ കരയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത്. ഈ ആകാശവും ഭൂമിയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയും എല്ലാം സൃഷ്ടിച്ച കർത്താവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നാം പറയാറുണ്ട് എല്ലാ ദിവസവും. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെതാണ്, നമ്മുടേതൊന്നുമല്ല. മനുഷ്യന് സ്വന്തമായിട്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല.
അല്ലെ? നമ്മളിപ്പോൾ കാണുന്നതാണല്ലോ, കാലിഫോർണിയയിൽ, ലോസ് ആഞ്ചലസിലൊക്കെ നടക്കുന്നത്. നമ്മളാരെയും വിധിക്കുകയല്ല. തീർച്ചയായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് ഭൂമികുലുക്കങ്ങളും പ്രപഞ്ചം പ്രകമ്പനം കൊള്ളുമ്പോൾ അവിടെ ദൈവകരങ്ങളിലേക്ക്, മർക്കോസ് 4 പലപ്പോഴും നമ്മൾ ധ്യാനിച്ചതാണ്. കടലിൽ പടകിലായിരുന്നപ്പോൾ വലിയ തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ യേശു പടകിൽ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അവനെ കുലുക്കി വിളിച്ച് ഉണർത്തി, ഞങ്ങളിതാ നശിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പടകിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കടലിനോട് അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞു. കാരണം സംഗീതം 95:4 പറയുന്നുണ്ടല്ലോ, സമുദ്രം അവിടുത്തേതാണ്, അവിടുന്നാണ് അത് നിർമ്മിച്ചത്. ഈ ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റെതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും നമുക്ക് ഉപദ്രവമാണെങ്കിൽ അത് ദൈവത്തിന് മുമ്പിലേക്ക് നാം അടിയറ വെക്കാത്തത് കൊണ്ടാണ്. പ്രപഞ്ചത്തിന് ഒരിക്കലും ഇന്ന് ചെയ്യുന്നതൊന്നും ചെയ്യാൻ ആഗ്രഹമൊന്നുമില്ല. റോമർക്കുള്ള 8-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സൃഷ്ടപ്രപഞ്ചം പോലും ദൈവ മക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ ഈറ്റുനോവെടുക്കുന്നു. എവിടെയെങ്കിലും ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർ ഈ പ്രപഞ്ചത്തെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ പ്രപഞ്ചം ശാന്തമാകുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നമുക്കറിയാം. 2-ാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം പ്രപഞ്ചത്തെ എൻ്റെ സഹോദര സഹോദരി എന്ന സൂര്യനെയും ചന്ദ്രനെയൊക്കെ വിളിച്ചിരുന്നത് അവർ ആത്മീയതയായിരുന്നു. നമ്മൾ ഇന്നും നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കൂടെ ദൈവം നമ്മുടെ ആത്മാവിലുണ്ടെങ്കിൽ, നമ്മുടെ ആത്മാവിലുള്ള ദൈവം നമ്മളായിരിക്കുന്ന പ്രദേശങ്ങളെ സംരക്ഷിക്കും. നമ്മുടെ ആത്മാവിൽ ദൈവം ഉണ്ടായിരിക്കണം. നമ്മുടെ ആത്മാവിൽ ദുഷ്ടാരൂപിയാണെങ്കിലോ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദുഷ്ടാരൂപിയാണെങ്കിൽ യേശു പറഞ്ഞു, യോഹന്നാൻ 10:10 പറഞ്ഞു, അവൻ വരുന്നത് മോഷ്ടിക്കുവാനാണ്, നശിപ്പിക്കുവാനാണ്, കൊല്ലുവാനാണ്. മനുഷ്യഹൃദയങ്ങളിൽ എന്താണോ അതാണ് അവിടെ സംഭവിക്കുന്നത്. മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ദൈവത്തിന്റെ ഭരണം, അവിടെ ദൈവരാജ്യമുണ്ട്. അതാണ് യേശുവിന്റെ അധികാരം. കടൽ ശാന്തമായി. പിശാചി ബാധിതൻ അലറിപ്പാഞ്ഞു വന്നവൻ യേശു കൽപ്പിച്ചപ്പോൾ ശാന്തനായി. പ്രപഞ്ചം പോലും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ഈറ്റുന്നവിടുത്ത് കാത്തിരിക്കും. ഞാനും നിങ്ങളും ദൈവമക്കളായി തീരാൻ പ്രപഞ്ചം കാത്തിരിക്കുകയാണ്. അവർക്ക് ശാന്തമായിരുന്നാൽ മതി. നമ്മളൊരു നല്ല ബോധ്യത്തോടെയാണ്. ഫ്ലോറിഡയുടെ ഹറിക്കെയിനും കൊടുങ്കാറ്റും ഒക്കെ നമ്മളത് കണ്ടതാണ് മയിലൊക്കെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ചൈതന്യം, ദിവ്യകാരുണ്യം, ഈശോ നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു എന്നുള്ള ഒരു അറിവ്, ബോധ്യം, ഒരു സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. ഇത് പറയാണ്, വരുവിൻ. ഇന്നത്തെ വായന എവിടെയാണ്? വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്താം. നമുക്ക് പറ്റുന്നില്ല. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ നമുക്ക് പറ്റുന്നില്ല. കാരണം എന്താ? നമ്മൾ വലിയ നമ്മൾ അമേരിക്കൻസാണ്, അമേരിക്കയിലാണ്, വലിയ സമ്പന്നരാണ്, ഒന്നിനും കുറവില്ല, എന്ത് വേണമെങ്കിലും എനിക്ക് നേടാം, ഈ ലോകത്തിൽ അത്രമാത്രം സമ്പത്ത് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ പറ്റുന്നില്ല, ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല. ദൈവം ഉള്ളിൽ വരണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ ശരീരവും മനസ്സും ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയോടെ, അല്ലെ? നമ്മൾ റോമർ 12 പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ജീവിക്കുന്ന സജീവ ബലിയായി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. ഇതാണ് യഥാർത്ഥമായ ആരാധന. ആരാധന പല രീതിയിൽ നമുക്ക് നടത്താം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവം വസിക്കാനായി നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ അടിയറ വെക്കുന്നതിനാണ് യഥാർത്ഥമായ ആരാധന എന്നത്. റിയൽ വർഷിപ്പ് is to submit your life to God so that He can be present in each one of us. അതാണ് സഭ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുമ്പോൾ, ആരാധിക്കുന്ന ഒരു സമൂഹം ദൈവത്തിനു മുമ്പിലെല്ലാം അടിയറ വയ്ക്കുന്നു. അവിടെ നമ്മുടെ പണമോ പ്രതാപമോ കുടുംബ മഹിമയോ നമ്മളെന്തെങ്കിലും മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ ആരാധനയില്ല. നമ്മൾ നമ്മളെ തന്നെയാണ് ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല. വീണ്ടും പറയുകയാണ്, എന്നാൽ അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്താം, എന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുത്തെ മേയ്ക്കുന്ന ജനവും. ലോകത്തിലെ പണമല്ല, പ്രതാപമല്ല, ലോകത്തിന്റെ ഒന്നുമല്ല, ദൈവം, അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം, ഭൂമിയിൽ മനുഷ്യനായി വന്ന യേശുക്രിസ്തു, വിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്നവൻ, അവിടുന്നാണ് ദൈവം. അവിടുത്തെ മുമ്പിൽ
നമുക്കൊന്ന് കീഴടങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. പറ്റില്ല. നമ്മുടെ യുക്തിയും ബുദ്ധിയും ഒക്കെ അതിനെ എതിർക്കുകയാണ്. ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത എതിർ ക്രിസ്തു എന്ന് പറയുന്ന ദുഷ്ടാരുവി ലോകത്തിലെ അനേക ഹൃദയങ്ങളെ ഭരിക്കുകയാണ്. ആന്റൈ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നു. ക്രിസ്തുവാണ് ദൈവമെന്ന് അംഗീകരിക്കാൻ പറ്റാതെ, അതാണ് നമ്മുടെ പ്രശ്നം. ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളും അതൊക്കെയാണ് ദൈവം എന്ന് അനേകർ പറഞ്ഞു പോകുമ്പോൾ അവിടെ തകർന്നു വീഴുകയാണ്. മനുഷ്യന്റെ കഴിവുകളോ മനുഷ്യന്റെ പ്രയത്നങ്ങൾ കൊണ്ടോ ഒന്നും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ പലപ്പോഴും തകർന്നു വീഴുകയാണ്. എന്നവരെയും അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുത്തെ ജനം, അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകും. അതാണ് എബ്രായറിൽ ഇന്ന് നമ്മൾ കേട്ട ആദ്യത്തെ വായനയിൽ. അന്ന് ദൈവത്തോട് മത്സരിച്ചപ്പോൾ അവിടെ അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ട് മോശ കർത്താവിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പാറയിൽ നിന്നും വെള്ളം പൊട്ടി പുറപ്പെട്ട് അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്ത ആ ദൈവമാണ് ഇന്നും നമ്മുടെ ദൈവം. അന്ന് അവിടുത്തെ സ്വരം, നിങ്ങളവിടുത്തെ സ്വരം ഇന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ മരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി കണ്ടിട്ടും അവരെന്നെ പരീക്ഷിച്ചു. 40 വർഷം ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി. വഴിപിഴയ്ക്കുന്ന 4 തലമുറ എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഇവിടെ 40 വർഷം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കള് മരുഭൂമിയിലൂടെ ഒരു 4 ദിവസം അല്ലെ ഒരാഴ്ച കൊണ്ടൊക്കെ പോകേണ്ട സമയം 40 വർഷം വട്ടം കറങ്ങി നടക്കേണ്ടി വന്നു. ഇന്നും അങ്ങനെയാണ്. നമ്മുടെ ജീവിതം ദൈവത്തെ അറിയാത്തത് കൊണ്ട് ദൈവം ഒരു 4 തലമുറ വരെ കരുണ കാണിക്കുന്ന ദൈവമാണെന്നാണ് പുറപ്പാട് 20:5 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ അറിയാതെ പോയിട്ട് ഒരു 4 തലമുറ, കഴിഞ്ഞ തലമുറ, ഞാൻ പറയും 4-ാം തലമുറ അപകടമാണ്. ഒരുപക്ഷെ നമ്മൾ 4-ാം തലമുറയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളെ ദൈവം പിടിക്കുക അവിടെ ഇട്ട്. കാരണം 4 തലമുറ കഴിഞ്ഞാൽ പിന്നെ സാത്താൻ്റെ അടിമത്തിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ അനുദപിക്കുന്നു നോക്കി ഓരോ തലമുറയിലേക്ക് യുഗങ്ങളുടെ രാജാവായ ക്രിസ്തു നോക്കി കരുണ കാണിക്കണം. 1 വർഷം കൂടി നിൽക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഈ 4-ാം തലമുറ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെയൊക്കെ ജീവിതത്തിൽ 4-ാം തലമുറയിൽ വന്നപ്പോൾ പിടിക്കപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. ഞാനത് പറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങാനായിട്ട് സാധിക്കാതെ ലോകമോഹങ്ങളും ധനവും പ്രതാപവും കുടുംബമഹിയും പ്രശസ്തിയും ഒക്കെ ആയിട്ട് പോയി തകർന്നു വീഴുമ്പോൾ 4-ാം തലമുറയിലേക്ക് വന്നപ്പോൾ ദൈവം പിടിച്ചു. ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കാനായി സാധിച്ചു. വലിയ തകർച്ചയുണ്ടായി. ആ തകർച്ചയിൽ നിന്നും നമുക്ക് ആർക്കും സ്വയമേ തിരികെ കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി. എൻ്റെ അപ്പനൊരിക്കൽ പറഞ്ഞ് നിങ്ങൾ ഓർച്ചിട്ടുണ്ട്. അമേരിക്കയിൽ വന്നപ്പോൾ 2000 എന്ന് പറഞ്ഞ ഞാൻ സാവൂള് പോകുന്ന പോലെ കുതിരപ്പുറത്ത് പാഞ്ഞു പോവുകയായിരുന്നു. കുതിരപ്പുറത്ത് എനിക്കെല്ലാമാകും, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, എന്തുമാകാം എന്നുള്ള ധാരണയിൽ പോകുമ്പോൾ എൻ്റെ മകളുടെ രോഗത്തിലൂടെ എന്നെ കുതിരപ്പുറത്ത് നിന്നും അന്ന് സാവൂളിനെ തട്ടി താഴെയിട്ട പോലെ ദൈവം എന്നെ തട്ടി താഴെയിട്ടു. അവിടെ ഞാൻ നിന്ന് നിലവിളിച്ചു, എൻ്റെ ദൈവമേ കരുണയായിരിക്കണമേ എന്ന്. എൻ്റെ അപ്പൻ്റെ വാക്കുകളാണ്. അവിടുന്നാണ് കുടുംബം ദൈവത്തിലേക്ക് തിരികെ വരാൻ. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ ഒരു വലിയ തകർച്ചയിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തകർച്ച ഇനി ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു തീരുമാനമാണ്. ഇനിമേൽ പാപം ചെയ്യുക, ഇനിമേൽ ദൈവത്തിന് മുമ്പിൽ എന്നും നിൽക്കാനുള്ളൊരു തീരുമാനമാണ്. പക്ഷെ സാത്താൻ നമ്മളെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കും, നമ്മളെ വീണ്ടും അവൻ്റെ അടിമയാക്കാനായിട്ട്. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് അവർ എന്നെ പരീക്ഷിച്ചു. 40 സംവത്സര തലമുറയോട് എനിക്ക് നീരസം തോന്നി. വഴിപിഴയ്ക്കുന്ന ഹൃദയത്തോടു കൂടിയ ജനമാണിത്. എൻ്റെ വഴികളെ അവർ ആദരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു. എൻ്റെ ദൈവമേ, അങ്ങനെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് എത്രയോ ഭയാനകമാണ്. ദൈവമില്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും. യാക്കോബ് സ്ലീഹ നമ്മളോട് പലപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. യാക്കോബിൻ്റെ ലേഖനം 4-5 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പലപ്പോഴും ചിന്തിച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ ധനമുണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇന്ന് അമേരിക്കയിൽ ധനമോ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഒരുപക്ഷെ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്താൻ വേണ്ടിയാണ്. യാക്കോബ് 4:13 പറയുന്നുണ്ട്, ഇന്നോ നാളെയോ
ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്? കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം എല്ലാം ദൈവത്തിൻ്റെതാണ്. ഞാൻ സ്വയം ദൈവമായി ഞാനിത് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ദൈവത്തിനെതിരായുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടമാണെങ്കിൽ, പരിശുദ്ധ കന്യാമറിയം പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ മാത്രം നിറവേറും, എൻ്റെ ഇഷ്ടമല്ല എന്ന്. നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥഭാഷണത്താൽ അത് ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. നമ്മുടെ കാര്യത്തിൽ ഒരു കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നെന്ന് പറയുമ്പോൾ അത് തിന്മയാണെങ്കിൽ നമ്മൾ സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയും. ഇത് കുമ്പസാരത്തിൽ ഏറ്റുവരേണ്ട പാപമാണ്. അറിഞ്ഞിട്ടും എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാശത്തിലേക്ക് പോവുകയാണ്. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും എന്നുള്ള മറ്റുള്ളവരുടെ കരുണ കാണിക്കാനും നന്മ ചെയ്യാനും ഒക്കെ അറിയാമായിരുന്നിട്ട് ഹൃദയം കഠിനമാക്കി ഞാൻ എൻ്റെ സ്വന്തം വഴിയെ പോകുമ്പോൾ അത് പാപമാണെന്നാണ് യാക്കോബ് 5 പറയുന്നത്. ധനവാന്മാരെ ഇങ്ങനെ ധനം സമ്പത്ത് ശേഖരിച്ച് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അന്യരുടേത് എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ സക്കേവൂസിന്റെ മാനസാന്തരം. ഞാൻ ആരുടെയെങ്കിലും തുക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയാടി ഞാൻ തിരികെ കൊടുക്കുന്നു. ഓർത്ത് നോക്കണം. അവിടെയാണ് ഈശോ പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന്. ദൈവവചനമാണിത്, ദൈവത്തിൻ്റെതാണ് എല്ലാം. നമുക്കതിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും, നമ്മുടെ തലകുനിച്ചാൽ അല്ലാതെ നിൽക്കാൻ പറ്റില്ല. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവൻ. കാലിഫോർണിയ മാത്രമല്ല, ലോകം മുഴുവൻ നടക്കുകയാണ് എല്ലാ തരത്തിലുള്ള ദൈവത്തെ മറന്നുപോയത് കൊണ്ട്. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴു അരിച്ചുപോയി, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. സ്വർണവും വെള്ളിയും തീപിടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നിറം എങ്ങനാകും? ഡയമണ്ടും ഒക്കെ തീപിടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നിറം എന്താകും? ആ കറ നിങ്ങൾക്കെതിരെയുള്ള സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴിപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. അനേക ജീവിതങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദുഷ്ടത മൂലം. അനേകരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കെതിരെ ദൈവകോപം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൂക്ഷിക്കണം. നമ്മളതാണ് എബ്രായർ പറഞ്ഞ്, ഇന്നെങ്കിലും അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കുക, ദൈവജനങ്ങളൊന്ന് മുട്ടുകുത്താൻ. എൻ്റെ ദൈവമേ, അന്ന് തൻ്റെ സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് ഈശോ വന്നപ്പോൾ സക്കേവൂസ്, ഇതാ ഞാൻ ആരുടെയെങ്കിലും തുക വഞ്ചിച്ചെടുത്തങ്ങളിൽ ഞാനിത് 4 ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കുന്നു. എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമ്മളും തീരും പിള്ളേരെ. ഒരു സംശയമില്ല. നമ്മൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം വചനങ്ങൾ, അതിലേക്കൊന്നും പോകുന്നു, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ്. ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതം അടിയറ വയ്ക്കാം. ലോകത്തിലെവിടെയും നോട്ടമൊന്നുമില്ല. ലോകത്തിലെവിടെയും നമ്മൾ ദൈവത്തിൻ്റെതായി കാണാതെ നമ്മുടെ സ്വന്തമായി നമ്മുടെ യുക്തിയും ബുദ്ധിയുമായി പോകുമ്പോൾ നമ്മൾ തകർന്നു വീഴണം. കരുണയായിരിക്കണമേ. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.